കെ.എസ്.ഇ.ബിയിലെ ദുർച്ചെലവുകളുടെയും കെടുകാര്യസ്ഥതയുടെയും ബാധ്യത ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോഴത്തെ വൈദ്യുതി നിരക്ക് വർധനവ് നീക്കത്തിന് പിന്നിൽ. ഇതിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണം ഉറപ്പായതിനാൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ടിലെ പല വ്യവസ്ഥകളും ലംഘിച്ചാണ് നിരക്ക് വർധനവിന് മുന്നോടിയായുള്ള ഹിയറിംഗ് ഇപ്പോൾ നടത്തുന്നത്. കെ.എസ്.ഇ.ബിക്ക് നേരിട്ട് നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. കെ.എസ്.ഇ.ബി നിരക്ക് വർധനവിനുള്ള ശുപാർശ റെഗുലേറ്ററി കമ്മീഷന് നൽകണം. റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ട് കൈമാറും. നിരക്ക് വർധനവ് സംബന്ധിച്ച കെ.എസ്.ഇ.ബിയുടെ ശുപാർശ അടിസ്ഥാനമാക്കിയുള്ള റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് കോഴിക്കോട്, പാലക്കാട്, എറണാകുളം എന്നിവിടങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഹിയറിംഗോടെ തെളിവെടുപ്പ് അവസാനിപ്പിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നീക്കം. 2023 മുതൽ 2027 വരെയുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 111 പേജുള്ള ശുപാർശയാണ് കെ.എസ്.ഇ.ബി നൽകിയിട്ടുള്ളത്. ഇംഗ്ലീഷിലുള്ള ഈ ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ അതേപടി ആദ്യം തങ്ങളുടെ വെബ്സൈറ്റിലും പിന്നീട് പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നത് ഒഴിവാക്കാനാണ് മലയാളത്തിലുള്ള വിശദമായ പ്രസിദ്ധീകരണം ഒഴിവാക്കിയത്. ഇത് നിയമലംഘനത്തിനൊപ്പം ജനങ്ങളെ കബളിപ്പിക്കലുമാണ്. ഓഡിറ്റ് ചെയ്ത വരവ് ചെലവ് കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള ശുപാർശയാണോ കെ.എസ്.ഇ.ബി നൽകിയത് എന്നും പരിശോധിക്കണം. കെ.എസ്.ഇ.ബിയുടെ വരുമാനത്തിന്റെ 32% ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കാണ് ചെലവിടുന്നത്. സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കായി 5000 കോടിയും താൽക്കാലിക ജീവനക്കാർക്കായി 270 കോടിയുമാണ് വകയിരുത്തേണ്ടത്. കെ.എസ്.ഇ.ബിയിൽ താൽക്കാലിക നിയമനങ്ങൾ യൂണിയനുകൾക്ക് തീരെഴുതിയിരിക്കുകയാണ്. പിൻവാതിലിലൂടെ നിയമിച്ചവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കൂടിയാണ് പുതിയ നിരക്ക് വർധനവ്. പിൻവാതിലുകാരെല്ലാം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് നിരക്ക് വർധനവിനുള്ള നീക്കത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രതികരിക്കാത്തത്. വർധനവ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ പ്രഹസന സമരങ്ങൾ മാത്രം നടത്തും. കഴിഞ്ഞ CAG റിപ്പോർട്ടിൽ കെ.എസ്.ഇ.ബിയിൽ 10% തൊഴിലാളികൾ അധികമാണെന്ന് പറയുന്നുണ്ട്. മറ്റ് സർക്കാർ വകുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കെ.എസ്.ഇ.ബിയിൽ വൻ ശമ്പളവും വൻ പെൻഷനുമാണ്. സർക്കാർ വകുപ്പുകളിലെ ഡ്രൈവർമാരുടെ ശമ്പള സ്കെയിൽ 27,000 മുതൽ 63,000 ആണ്. എന്നാൽ കെ.എസ്.ഇ.ബി ഡ്രൈവർമാരുടെ ശമ്പള സ്കെയിൽ 36,000 മുതൽ 76,000 ആണ്. കെ.എസ്.ഇ.ബിയിൽ ക്ഷാമബത്ത സർക്കാർ വകുപ്പുകളേക്കാൾ 5% അധികമാണ്. സ്മാർട്ട് മീറ്റർ സംവിധാനം ഏർപ്പെടുത്തിയാൽ 3000-ഓളം ജീവനക്കാരെ കുറയ്ക്കാം. ശമ്പള ഇനത്തിൽ വലിയ കുറവുണ്ടാകും. പക്ഷേ താൽക്കാലികരെ തീറ്റിപ്പോറ്റാൻ സ്മാർട്ട് മീറ്റർ അടക്കം മാറ്റിവെച്ച് ജനങ്ങളെ പിഴിയാനാണ് ശ്രമം നടക്കുന്നത്. നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് കെ.എസ്.ഇ.ബി നൽകിയ 111 പേജുള്ള ശുപാർശയിൽ 2023 വരെയുള്ള കെ.എസ്.ഇ.ബിയുടെ വരുമാനം എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കെ.എസ്.ഇ.ബിക്ക് 92% ബില്ലിംഗ് എഫിഷ്യൻസിയും 99% കളക്ടിംഗ് എഫിഷ്യൻസിയും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ 3300 കോടി രൂപ കെ.എസ്.ഇ.ബിക്ക് സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, കുത്തക മുതലാളിമാർ എന്നിവരിൽ നിന്ന് വൈദ്യുതി ചാർജ് ഇനത്തിൽ കുടിശ്ശികയായി കിട്ടാനുണ്ട്. കെ.എസ്.ഇ.ബിയുടെ കാര്യശേഷിയില്ലായ്മ മൂലമുള്ള സാമ്പത്തിക ബാധ്യത ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് നിരക്ക് വർധനവിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.